വൃഷ്ണീനാം പ്രവരോ മന്ത്രി കൃഷ്ണസ്യ ദയിതഃ സഖാ ശിഷ്യോ ബൃഹസ്പതേ സാക്ഷാത് ഉദ്ധവോ ബുദ്ധിസത്തമഃ തവാഹ ഭഗവാൻ പ്രേഷ്ഠം ഭക്തം ഏകാന്തിനം ക്വചിത് ഗൃഹീത്വാ പാണിനാ പാണിം പ്രപന്നാർത്തിഹരോ ഹരിഃ. ഭഗവാൻ ഒരിക്കൽ തന്റെ പ്രിയതമ ഭക്തനായ ഉദ്ധവരെ തന്റെ അടുക്കൽ വിളിച്ചു. വൃന്ദാവനത്തിൽ നിന്നും മധുരാപുരിയിലേക്ക് വന്ന് അനേക ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഗോപസ്ത്രീകളോട് ഞാൻ നിങ്ങൾക്കായിട്ട് തിരിച്ചു വരാം, നിങ്ങളുടെ കൂടെ നിത്യമായിട്ട് വസിക്കാം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ആ നിത്യവാസം എന്താണ് എന്ന് അവർക്ക് കൊടുക്കണം, ആ നിത്യവാസത്തിനെ അവർക്ക് കൊടുക്കണം. ഭക്തിസാധനയുടെ ഭാവം തന്നെ എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മള് എല്ലാവരും ഭക്തി ആരംഭിക്കുമ്പോ ഭഗവാനെ നമ്മളിൽ നിന്ന് അന്യമായി കണ്ടുകൊണ്ട് ഭഗവാനോട് പ്രിയം വയ്ക്കുന്നു. ഏതെങ്കിലും ഭാവത്തിൽ, വാത്സല്യഭാവം, ദാസ്യഭാവം, മധുരഭാവം, ഏതെങ്കിലും ഭാവത്തിൽ ഭഗവാനോട് ഭക്തി ചെയ്യുന്നു. ആ ഭക്തി തന്നെ വളരെ ഉയർന്ന തലത്തിൽ വിരഹം ഉണ്ടാവുന്നു, വിരഹതാപം ഉണ്ടാകുന്നു, ഭഗവാനെ വിട്ട് പിരിഞ്ഞിരിക്കുന്ന വിരഹം. ആ വിരഹ സന്ദർഭത്തിൽ ഭഗവാൻ നമ്മളിൽ നിന്നും അന്യമായി മറഞ്ഞുപോയി എന്നുള്ള ഭാവത്തിലാണ് ഈ വിരഹം. ആ വിരഹ സന്ദർഭത്തിലാണ് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കാനായി ഒരു സദ്ഗുരു സാന്നിധ്യം തരുന്നത്. വരുകയും പോവുകയും ചെയ്യുന്നതൊക്കെ അനിത്യമാണ്. എന്തിനൊക്കെ വരവുണ്ടോ അതിനൊക്കെ പോക്കുണ്ട്. പോക്ക് വരവ് ഇല്ലാത്ത ഒരു സ്ഥിതി. എപ്പോഴും നിത്യമായി നമുക്ക് ഭഗവാനെ ലഭിക്കണം, നിത്യാനുഭവമായിട്ടിരിക്കണം. ഭഗവാനോടുള്ള യോഗം നിത്യയോഗമായിട്ടിരിക്കണം. അതിനെ ഉണർത്താനാണ് നമുക്ക് സത്സംഗം. ഇവിടെ ഭഗവാൻ ഗോപസ്ത്രീകൾക്കൊരു സത്സംഗം കൊടുക്കണം എന്ന് തീരുമാനിച്ചു. ഉദ്ധവർക്ക് ഗോപികകളുടെ പ്രേമഭാവത്തിനെ കണ്ട് ഉദ്ധവർക്കും ഒരു സത്സംഗം വേണം എന്ന് ഭഗവാൻ തീരുമാനിച്ചു. ഭക്തന്മാരെയും ചേർത്ത് വെക്കുന്നത് ഭഗവാനാണ്. സാധു സാധു സമാഗമ. ഉദ്ധവരെ ഭഗവാൻ തന്റെ അടുത്ത് വിളിച്ചു. ഉദ്ധവർ ആരാണ്? ആദ്യത്തെ ഒരു ശ്ലോകം മാത്രം വായിച്ച് ചാടിക്കേറി ഉദ്ധവർക്ക് ചില വിശേഷണങ്ങൾ ആളുകൾ കൊടുത്തുപോകും. ബൃഹസ്പതേഹേ ശിഷ്യ ബുദ്ധിസത്തമഹ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ചില ആളുകൾ തീരുമാനിച്ചു ഉദ്ധവർക്ക് ഭക്തിയില്ല, ബുദ്ധിയേ ഉള്ളൂ, അതുകൊണ്ട് അദ്ദേഹത്തിനെ ഭക്തി പഠിപ്പിക്കാനായിട്ടാണ് ഗോപസ്ത്രീകളുടെ അടുത്തേക്ക് അയച്ചത് എന്നൊരു വ്യാഖ്യാനത്തിന് ഭാഗവതത്തിൽ യാതൊരു സമ്മതവുമില്ല. എന്താണെന്ന് വെച്ചാൽ അടുത്ത ശ്ലോകം നോക്കുക. തമാഹ ഭഗവാൻ പ്രേഷ്ഠം. പ്രേഷ്ഠം എന്ന് വെച്ചാൽ ഏറ്റവും അടുത്തവൻ എന്നർത്ഥം. ഭക്തം ഏകാന്തിനം. ഇനി ഇതിനുമേൽ എന്ത് വിശേഷണം വേണം? പ്രേഷ്ഠം ഭക്തം ഏകാന്തിനം. ഏകാന്ത ഭക്തനായ ഉദ്ധവരെ തന്റെ അടുക്കൽ വിളിച്ച് അഖണ്ഡാനന്ദ സ്വാമി പറഞ്ഞു, ഉദ്ധവരെ ഭഗവാൻ പാണിഗ്രഹണം ചെയ്തു എന്നാണ്. ഗൃഹീത്വാ പാണിനാ പാണിം. ഗോപസ്ത്രീകളുടെ അടുത്തേക്ക് അയക്കല്ലേ? അപ്പൊ ഗോപികളുടെ അടുത്തേക്ക് അയക്കുമ്പോ ഭഗവാൻ ഉദ്ധവരെ ആദ്യം പാണിഗ്രഹണം ചെയ്തു. ഗൃഹീത്വാ പാണിനാ പാണിം പ്രപന്നാർത്തിഹരോ ഹരിഃ. ഉദ്ധവരെ പാണിഗ്രഹണം ചെയ്തു എന്നാണ്. കൈ പിടിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആരുടെങ്കിലും വളരെ പ്രിയമായ വിഷയം, അതും കോൺഫിഡൻഷ്യൽ ആണെങ്കിൽ, പ്രിയമാണെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം അവരുടെ കൈ പിടിക്കും അല്ലെ? അങ്ങനെ കൈ പിടിച്ച് ഏകാന്തത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ പറയും. അതേപോലെ ഇവിടെ ഗുരുവായൂരപ്പൻ ഉദ്ധവരെ ആദ്യം പിടിച്ചു. എന്നിട്ട് ഉദ്ധവരോട് പറഞ്ഞു, ഹേ ഉദ്ധവ, അങ്ങ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായതുകൊണ്ട് ഞാൻ അങ്ങയോട് ഒരു സന്ദേശം തന്നയക്കാം. വ്രജഭൂമിയിൽ ഗോപികകൾ എന്നെ വിട്ടുപിരിഞ്ഞ് വിരഹ ദുഃഖത്തിലാണ്. താ മന്മനസ്കാഹ മത്പ്രാണാഹ മദർത്തേ ത്യക്തദൈഹികാഹ മാമേവ ദയിതം പ്രേഷ്ഠം ആത്മാനം മനസാഗതാഹ. അവരുടെ മനസ്സ് എന്റെ അടുത്താണ്, പ്രാണൻ എന്റെ അടുത്താണ്, ഭാവം എന്റെ അടുത്താണ്. എന്നെ ചിന്തിച്ച് ശാരീരികമായ എല്ലാ വ്യവഹാരങ്ങളും അവർ ഉപേക്ഷിച്ചിരിക്കുന്നു. അവരോട് ചെന്ന് എന്റെ സന്ദേശം കേൾപ്പിക്കാം. അവർക്ക് ഞാനല്ലാതെ വേറൊന്നും അറിയില്ല. അവര് ധാരയന്തി അധികൃച്ഛ്രേണ പ്രായഃപ്രാണാൻ കഥഞ്ചന പ്രത്യാഗമന സന്ദേശ ഈ വല്ലവ്യോമേ മദാത്മികാഹ. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ച് അവരുടെ അടുത്ത് ചെല്ലും എന്നുള്ള ഒരേ ഒരു ഭാവം കൊണ്ട് മാത്രം അവർ പ്രാണൻ ധരിച്ചുകൊണ്ട് നിൽക്കുന്നു. അല്ലെങ്കിൽ അവർ ജീവിക്കില്ല. അതുകൊണ്ടാണ് നാരദ മഹർഷി യഥാ വ്രജഗോപികാനാം എന്ന് പറഞ്ഞു ഭക്തിക്ക്.
അതിനൊരു ഉദാഹരണം, മുമ്പ് സൂത്രം ഭക്തിയെ വ്യാഖ്യാനിക്കുമ്പോൾ നാരദൻ തന്റെ അഭിപ്രായത്തിൽ ഭക്തി എന്താണെന്ന് പറഞ്ഞു, വ്യാസന്റെ അഭിപ്രായം പറഞ്ഞു, ശാണ്ഡില്യന്റെ അഭിപ്രായം പറഞ്ഞു, ഗർഗാചാര്യന്റെ അഭിപ്രായം പറഞ്ഞു. ഈ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് നാരദൻ തന്റെ അഭിപ്രായം പറഞ്ഞു. തദർപ്പിത അഖിലാചാരത തദ്വിസ്മരണേ പരമവ്യാകുലത എന്ന്. തദർപ്പിത അഖിലാചാരത, എല്ലാത്തിനെയും ഭഗവാനിൽ അർപ്പിച്ചിട്ടുള്ള ആചരണവും തദ്വിസ്മരണേ പരമവ്യാകുലത, ഭഗവാനെ മറക്കുന്നതിൽ സഹിക്കുവയ്യാത്ത വ്യാകുലത, വിരഹം, താപം. ഇവിടെ ഗോപികകൾ എന്നിട്ടാണ് യഥാവ്രത ഗോപികാണ്, ഗോപസ്ത്രീകളെ പോലെ. തദർപ്പിത അഖില ആചാരത, അവർക്കെല്ലാം ഭഗവാനിൽ അർപ്പിതമാണ്. തദ്വിസ്മരണേ പരമവ്യാകുലത, സഹിക്കുവയ്യാത്ത വിരഹതാപം. ആ ഗോപികളുടെ അടുത്തേക്കാണ് ഉദ്ധവരെ ഭഗവാൻ അയക്കുന്നത് സന്ദേശത്തോടുകൂടെ. ഉദ്ധവർ ഭഗവാന്റെ സന്ദേശവാഹകൻ മാത്രമാണ്, അല്ലാതെ ഉദ്ധവരൊന്നും അവിടെ ചെന്ന് ഒന്നും ഉപദേശിച്ചില്ല. ഉദ്ധവർ അവിടെ ചെന്ന് വേദാന്തം പറയാനായിട്ട് ചെന്നുവെന്നും ഗോപസ്ത്രീകൾ അത് കേട്ടില്ല എന്നും എന്തൊക്കെയോ കപോലകൽപിതമായ വാദങ്ങളൊക്കെ ഉണ്ട്. ഉദ്ധവർ വെറും ഭഗവാന്റെ സന്ദേശവാഹകൻ മാത്രമാണ്. ഉദ്ധവർ തന്റേതായ ഒരു വാക്കും ഗോപസ്ത്രീകളുടെ അടുത്ത് പറയണില്ല. ഭഗവാൻ ഉദ്ധവരെ ഒരു സന്ദേശവാഹകനായിട്ട് അയക്കുന്നു, അതും ശ്രേഷ്ഠതമനായ ഭക്തനായതുകൊണ്ട്. എന്താ, ഗോപികളുടെ അടുത്തേക്ക് അയക്കുമ്പോ ഭക്തനായിരിക്കണം. അങ്ങനെ ഉദ്ധവർ വ്രജഭൂമിയിലേക്ക് ചെല്ലുന്നു. പോകുന്ന വഴിയിൽ വൃന്ദാവന കാറ്റ് ഉദ്ധവരുടെ മേലെ സ്പർശിക്കുന്നു. വൃന്ദാവനത്തിലേക്ക് എത്തുമ്പോഴും പശുക്കുട്ടികൾ പോകുന്നതും പശുക്കൾ മേയുന്നതും ഒക്കെ ഉദ്ധവർ കണ്ടുകൊണ്ട് വ്രജത്തിൽ ചെല്ലുന്നു. വസുദേവരും നന്ദഗോപരും യശോദയും ഉദ്ധവരെ സാക്ഷാത് വാസുദേവനെ എന്ന വണ്ണം അർച്ചിച്ച് ആദരിച്ചു. വാസുദേവധിയാ അർച്ചയത്ത്, കൃഷ്ണൻ തന്നെ വന്നിരിക്കണു എന്നുള്ള ഭാവത്തോടെ. എന്താ, രണ്ടുപേരും കാണാനും കുറച്ച് ഒരേപോലെ ഉണ്ടാവും അത്രേ. ഒരു ദിവസം ഉദ്ധവരെ ഭഗവാൻ ഒരു പണി പറ്റിച്ചു എന്നാണ്. കൃഷ്ണനെ പോലെ കറുപ്പ് നിറം, മുഖലക്ഷണമൊക്കെ ഏകദേശം ഭക്തന് ഒരേപോലെ. ഒരു ദിവസം കണ്ണൻ പല സ്ഥലങ്ങളിൽ പോയി വെണ്ണ തിന്ന് വയറ് നിറച്ചിട്ട് അമ്മ ഊണ് കഴിച്ചിട്ടില്ലെങ്കിൽ തല്ലും. അപ്പൊ ഉദ്ധവരെ തന്റെ വേഷം കെട്ടി ഒരു മയിൽപ്പീലിയൊക്കെ വെച്ച് വീട്ടിലേക്ക് അയച്ചു യശോദയുടെ അടുത്തേക്ക്. അത്രയ്ക്ക് സാമ്യാത്രേ. അപ്പൊ ഉദ്ധവരവിടെ ചെന്നപ്പോ ആദ്യം തന്നെ യശോദയ്ക്ക് സംശയം തോന്നി. എന്താന്ന് വെച്ചാൽ വന്നോടനെ കാല് കഴുകി വീട്ടിലേക്ക്. കാല് കഴുകിയിട്ട് ശരി ഇല വെച്ച് ഇരിക്കാൻ പറഞ്ഞ അടക്കത്തോടുകൂടെ ഇരുന്നു. എന്നിട്ടൊന്ന് നമസ്കരിച്ചു, ഇത്ര പരിശോധനം ചെയ്തു. ഇതൊക്കെ കണ്ടപ്പോ തന്നെ യശോദയ്ക്ക് മനസ്സിലായി ആള് മാറിയിട്ടുണ്ട്. ഉദ്ധവരെ യശോദ നന്ദഗോപുരം കൂടെ വളരെ പ്രിയമായി ആദരിച്ച് വിളിച്ചു. ആതിഥ്യ സത്കാരമൊക്കെ കഴിഞ്ഞു. രാത്രി മുഴുവൻ കൃഷ്ണകഥയെ പറഞ്ഞുകൊണ്ടിരുന്നു. അവരുടെ ഭഗവത് അനുസന്ധാനം, നമ്മളിന്ന് പറഞ്ഞ പോലെ അനുസന്ധാനം, അവർക്ക് ഭഗവാന്റെ സാമീപ്യം കൊണ്ട് ഏർപ്പെട്ടിരിക്കുന്ന അനുസന്ധാനം കണ്ട് ഉദ്ധവർ ആശ്ചര്യപ്പെട്ടു. യുവാം ശ്ലാഘ്യതമൗനൂനം ദേഹിനാമിഹ മാനത നാരായണേ അഖില ഗുരോ യത്കൃതാ മതിഹി ഈദൃശി. നിങ്ങൾ എത്ര ശ്രേഷ്ഠന്മാരാണ്, എത്ര തപസ്സുകൊണ്ടും യോഗസാധനകൾ കൊണ്ടും സാധിക്കാത്തതായ ആ ഒരു അനുസന്ധാനം നാരായണനിൽ നിങ്ങളുടെ മനസ്സ് രൂഢമായിരിക്കുന്നു. പക്ഷെ ആ അനുസന്ധാനത്തിനോടൊപ്പം അവർക്ക് അല്പം ദുഃഖമുണ്ട്. കൃഷ്ണൻ ഞങ്ങളെ വിട്ടുപോയല്ലോ, കൃഷ്ണൻ ഞങ്ങളുടെ അടുത്തേക്ക് ഇനി വരില്ലല്ലോ എന്നുള്ള ഒരു ഭാവമുണ്ട്. ആ ഭാവം അല്പം മാറ്റേണ്ടിയിരിക്കുന്നത് കൊണ്ട് മാത്രം ഉദ്ധവർ പറഞ്ഞു, കൃഷ്ണൻ ആരാണ്? നിങ്ങൾക്ക് മാത്രം പുത്രനാണോ? എല്ലാവർക്കും കൃഷ്ണൻ പുത്രനാണ്. നിങ്ങൾക്ക് മാത്രമല്ല, അവൻ എല്ലാവർക്കും പുത്രനുമാണ്, അച്ഛനുമാണ്, അമ്മയുമാണ്. പിതാഹമസ്യ ജഗതഃ മാതാ ധാതാ പിതാമഹഃ ദൃഷ്ടം ശ്രുതം ഭൂത ഭവത് ഭവിഷ്യത് സ്ഥാസ്നു ചരിഷ്ണു മഹത് അൽപകം ച വിനാ അച്യുതാത് വസ്തുതരാം ന വാച്യം സയേവ സർവം പരമാർത്ഥഭൂതഃ. ഈ ജഗത്തിൽ കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതും ചരവും അചരവുമായ സകല വസ്തുക്കളും അച്യുതനാണ്. ഇങ്ങനെ രാത്രി മുഴുവൻ ഉദ്ധവൻ എന്തൊക്കെയോ പറഞ്ഞു. യശോദയും വസുദേവരും കേട്ടുകൊണ്ടിരുന്നു സത്സംഗം. അങ്ങനെ കുറെ നേരം കഴിഞ്ഞു. നേരം വെളിച്ചാവാറായി. ഗോപസ്ത്രീകളൊക്കെ രാവിലെ എണീറ്റ് വിളക്ക് കൊളുത്തി ആചാരപ്പടി ചെയ്യേണ്ട പൂജയൊക്കെ ചെയ്ത് ഗൃഹത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ആദ്യം നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് നോക്കും, കൃഷ്ണൻ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ. രാവിലെ എണീറ്റ് അവര് തൈര് കടയുന്ന ശബ്ദം കേൾക്കുകയാണ് എല്ലായിടത്തും. ഉദ്ഗായതീനാമരവിന്ദലോചനം വ്രജാംഗനാനാം ദിവമസ്പൃശധ്വനി ദധ്നശ്ച നിർമന്ഥന ശബ്ദമിശ്രിതോ നിരസ്യതേ യേന ദിശാം അമംഗളം ഭഗവത്യുദിതേ സൂര്യേ നന്ദദ്വാരിവ്രജൗകസഃ ദൃഷ്ട്വാരഥം ശാതകൗംഭം കസ്യായം ഇതി ചബ്രുവൻ. സൂര്യൻ ഉദിച്ചു. ഇവർ ഗോവിന്ദ ദാമോദര മാധവേതി ഗാനം ചെയ്തുകൊണ്ട് തൈര് കടഞ്ഞു.
വീട്ടിൽ നിന്ന് പുറത്തു വന്ന് നോക്കുമ്പോൾ നന്ദഗോപരുടെ വീട്ടിന് മുമ്പിൽ ഒരു സ്വർണ്ണരഥം നിൽക്കുന്നു. ശാതകൗംഭം രഥം. അതാരുടെ? അത് സ്വർണ്ണരഥം വരണമെങ്കിൽ ഗവൺമെന്റ് വെഹിക്കിളായിരിക്കും. മഥുരാപുരിയിൽ നിന്ന് വേണം വരാൻ. ആര് അക്രൂരരായിരിക്കും? അക്രൂരർ ഇനി എന്തിനു വരണം? കൃഷ്ണനെ കൊണ്ടുപോയില്ലേ? ഗോപസ്ത്രീകൾ എല്ലാവരും കൂടെ കൂടി ആരാ വന്നിരിക്കണം നോക്കാനായിട്ട്. അപ്പോഴാണ് ഉദ്ധവര് രാവിലത്തെ സന്ധ്യാവന്തന പ്രാതകാര്യങ്ങളൊക്കെ കഴിച്ച് അങ്ങോട്ട് ഇറങ്ങി. ഉദ്ധവരെ കണ്ടപ്പോ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ, തം വീക്ഷ്യ കൃഷ്ണാനുചരം വ്രജസ്ത്രിയഃ പ്രലംബബാഹും നവകഞ്ചലോചനം പീതാംബരം പുഷ്കരമാലിനം ലസന്മുഖാരവിന്ദം മണിമൃഷ്ടകുണ്ടലം. ഭഗവാന്റെ വേഷം ഭൂഷം, ഇമിറ്റേഷൻ അല്ല. അതിന് കാരണം എന്താ? ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവർ തന്നെ പറയുന്നു, ഉച്ഛിഷ്ടഭോജന ത്വയോപസൃഷ്ട സ്രഗന്ധ വാസോലങ്കാര ചർച്ചിതാഹ ഉച്ഛിഷ്ടഭോജനോ ദാസാഹ തവമായാം ജയേമഹി. ഭഗവാൻ കൃഷ്ണൻ കഴുത്തിൽ അഴിച്ചു വെച്ച മാല ഉദ്ധവർ ധരിക്കും. ഭഗവാൻ ഉടുത്ത് അഴിച്ചുവെച്ച പീതാംബരം ഉദ്ധവർ ധരിക്കും. ഭഗവാൻ ഭക്ഷണം കഴിഞ്ഞ് ഉച്ഛിഷ്ടമായിട്ട് വെച്ചിട്ടുള്ളത് ഉദ്ധവർ കഴിക്കും. ഉദ്ധവരുടെ ശരീരമേ ആ ഉച്ഛിഷ്ടം കൊണ്ട് ഉണ്ടായതാണ്. ഉദ്ധവരുടെ വസ്ത്രം ഭഗവത് ഉച്ഛിഷ്ടം, ഉദ്ധവരുടെ ആഭരണങ്ങൾ ഭഗവത് ഉച്ഛിഷ്ടം. കാണാനും നിറം ഉദ്ധവർ ഭഗവാനെ പോലെ, നവകഞ്ചലോചനം താമരക്കണ്ണ് എല്ലാം കൂടെ കാണുമ്പോ കൃഷ്ണനെ പോലെ. ഇത് കണ്ടതോടുകൂടെ ഗോപസ്ത്രീകൾ ഇതാരാത്? ശുചിസ്മിതാഹ കോയമപീച്യ ദർശനഃ. കൃഷ്ണനെ കണ്ടിട്ട് അവർക്ക് വേറെ ആരെങ്കിലുമൊക്കെ കാണാൻ തോന്നുമോ? വേറെ ഏതെങ്കിലുമൊക്കെ ഒരു പുരുഷനിൽ മോഹം ഉണ്ടാവുമോ, ഭ്രമം ഉണ്ടാവുമോ? പക്ഷെ ഉദ്ധവരെ കണ്ടപ്പോ ഇവനാരാ, ഇതാരാ? ഒരു ഔത്സുക്യം. അതെങ്ങനെ ഔത്സുക്യം ഉണ്ടായി? ഔത്സുക്യം ഉണ്ടായി എന്ന് മാത്രമല്ല, ഇതിന്റെ അച്യുതനെ പോലെ തന്നെ വേഷം ഭൂഷം. കുതശ്ച കസ്യാച്യുത വേഷഭൂഷണ ഇതി സ്മ സർവാഹ പരിവവ്രുഹു ഉത്സുകാഹ. എല്ലാരും കൂടെ വന്ന് വട്ടത്തിൽ നിന്നു അത്ര ഉദ്ധവരുടെ. അതെങ്ങനെ ഒരു അന്യപുരുഷന്റെ അടുത്ത് ഇത്രയധികം സ്വാതന്ത്ര്യത്തോടുകൂടെ വട്ടത്തിൽ വന്ന് നിൽക്കും എന്ന് വെച്ചാൽ, തം ഉത്തമ ശ്ലോക പദാംബുജ ആശ്രയം. ഈ ഉദ്ധവർ ആരാണ്? ഉത്തമ ശ്ലോക പദാംബുജ ആശ്രയം. ഭഗവാന്റെ പാദമേ തനിക്ക് ആശ്രയമായി കരുതിയിരിക്കുന്ന പാദദാസനായതുകൊണ്ട് ധൈര്യമായിട്ട് അടുത്തു വന്ന് നിന്നു എന്നാണ്. ചുറ്റും വന്ന് കൃഷ്ണൻ വേറെ ഭക്തൻ വേറെ എന്നുള്ള ഭാവമില്ല. ഉദ്ധവർ അവർക്കൊരു പുരുഷനായിട്ട് തോന്നിയില്ല, ഞങ്ങളെപ്പോലെ ഒരു ഭക്തം. ഉത്തമ ശ്ലോക പദാംബുജാശ്രയം. വട്ടത്തിൽ വന്ന് നിന്നു. കുറച്ച് കുശല പ്രശ്നമൊക്കെ ചെയ്തപ്പോ മനസ്സിലായി, മഥുരാപുരിയിൽ നിന്നും ഭഗവാൻ പറഞ്ഞേച്ചിട്ട് വരിക, കൃഷ്ണൻ പറഞ്ഞേച്ചിട്ട് വരിക. എന്തിനാ വന്ന്? അല്ലെങ്കിലും അവനെ വളർത്തിയ നന്ദഗോപുര യശോദയൊക്കെ ഉണ്ടല്ലോ, അവരോട് കുശലം ചോദിക്കാനായി പറഞ്ഞയച്ചതായിരിക്കും നിങ്ങളെ. ഈ പ്രിയത്തിൽ കുറച്ച് അസൂയ, ഒരു പരിഭവം, പിണക്കമൊക്കെ ഉണ്ടാവും അല്ലെ? പ്രിയം ദ്വൈതമണ്ഡലത്തിൽ ഇരിക്കുന്നിടത്തോളം നമുക്ക് പ്രിയത്തിൽ അസൂയ ഉണ്ടാവും. നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാള് വേറെ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അസൂയ ഉണ്ടാവും. ഭക്തന്മാരുടെ ഇടയിൽ നമുക്ക് ധാരാളം ഇത് കാണാം. എത്ര ആശ്രമങ്ങൾ ഗുരുക്കന്മാരുടെ ഇടയിലൊക്കെ പോയാൽ നമുക്ക് കാണാം. ഗുരു ശിഷ്യന്മാരുടെ ഇടയിലും ഇത് കാണാം. എന്താന്ന് വെച്ചാൽ പ്രിയം കൂടും തോറും അസൂയ കൂടും. അസൂയ കൂടും. അതേപോലെ ചിലപ്പോൾ വിപരീതവുമാവാം. ഇവിടെ ഒരു പിണക്കം, സൗന്ദര്യ പിണക്കം പോലെ ഗോപസ്ത്രീകൾക്ക്. ഞങ്ങളുടെ അടുത്തൊക്കെ അവന് എന്ത് വേണം? നമുക്ക് ഈ പ്രിയം കൂടുമ്പോ അങ്ങനെയാണ്. ഞങ്ങളുടെ അവിടേക്കൊന്നും ഇപ്പൊ വരില്ലല്ലോ. നന്ദഗോപർ യശോദയും ഇവിടെ ഉണ്ട്, അത് കാണാനായിട്ട് ഇപ്പൊ വന്നിട്ടുണ്ടാവും, പറഞ്ഞു വെച്ചിട്ടുണ്ടാവുമായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ അടുത്തൊക്കെ ഇപ്പൊ അവന് എന്താ ഉള്ളത്? കാട്ടിൽ വൃക്ഷങ്ങളിൽ ഫലം തീർന്നാൽ പക്ഷികൾ വൃക്ഷങ്ങളെ വിട്ടുപോകും. ധനമില്ലാത്ത യജമാനന്റെ അടുത്തുനിന്ന് ധനം കിട്ടിക്കഴിഞ്ഞാൽ ഭൃത്യൻ വിട്ടുപോകും. രാജാവ് കഴിവില്ലാത്ത ആളാണെങ്കിൽ രാജാവിനെ ഉപേക്ഷിക്കും. കാട്ടിൽ തീ വന്നാൽ മൃഗങ്ങൾ ഓടിപ്പോകും. ഗണികകൾ നിസ്വനെ ഉപേക്ഷിച്ചു പോകും. പഠിക്കേണ്ടത് പഠിച്ചു കഴിഞ്ഞാലോ അധീത വിദ്യാഹ ആചാര്യനെ വിട്ടുപോകും. പഠിക്കേണ്ടത് പഠിച്ചു കഴിഞ്ഞാൽ. അതിഥിയോ ഊണ് കഴിച്ചാൽ വീട്ടിൽ നിന്ന് പുറപ്പെടും. ഋത്വിക്കുകളോ ദക്ഷിണ കിട്ടിക്കഴിഞ്ഞാൽ പുറപ്പെടും. അതേപോലെ കൃഷ്ണനും ഞങ്ങളോടുള്ള ബന്ധം അത്ര തന്നെ. അവന്റെ കാര്യം കഴിഞ്ഞാൽ അവൻ പോയി. ഞങ്ങളോട് അവൻ എന്താവാനുണ്ട്? ഞങ്ങളാരാ? ഈ കാട്ടുപെണ്ണുങ്ങള്, ഗോപസ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞ് അല്പം ഒന്ന് പിണങ്ങി ഉദ്ധവരോട്. അപ്പോഴുണ്ട് ഒരു വണ്ട്, ഒരു ഭ്രമരം, കറുത്ത വണ്ട്, ഭൃങ്കി. വണ്ടിനൊരു പേരെന്താ? മധുപൻ എന്ന് പേര്. മധു എന്ന് വെച്ചാൽ തേൻ. തേൻ കുടിക്കുന്നത് കൊണ്ട് മധുപൻ. ഈ തേൻ കുടിച്ച് മധുപാനം ചെയ്യുന്ന ആളുകളെ വിശ്വസിക്കാവോ? പാടില്ല. ഇത് മധുപാനം ചെയ്ത് മുരണ്ടുകൊണ്ട് നടക്കുന്നതാണ് ഈ വണ്ട്. ചിലർക്ക് മധു ഉള്ളിൽ പോയാൽ പാട്ട് വരും. അതുപോലെ ഇവിടെ ഈ വണ്ടിന് ഒരു മധു ഉള്ളിൽ പോയാൽ പാട്ട് വരും. അതിങ്ങനെ മുരണ്ട് ഒരു പൂവിൽ നിന്നും ഒരു പുഷ്പത്തിൽ നിന്നും ഒരു പുഷ്പത്തിലേക്ക്, ഒരു പുഷ്പത്തിൽ നിന്നും ഒരു പുഷ്പത്തിലേക്ക് പോയിക്കൊണ്ട്.
ഭക്തനും ഒരു മധുവനാണ്. എന്തു മധു കുടിക്കുന്നു? ഭഗവാന്റെ പാദാരവിന്ദ മകരന്ദലിഹം. ഭഗവാന്റെ പാദാരവിന്ദത്തിൽ നിന്നും പാദാരവിന്ദ പുഷ്പത്തിൽ നിന്നുള്ള തേൻ. തണ്ടാരിൽ വീണു മധുപുണ്ടാരമിക്കുമൊരു വണ്ടാണു സൂര്യസുകൃതി. ഹൃദയത്താമരയിൽ തേൻ കുടിക്കുന്ന വണ്ട് ആണ് യോഗിയും ഭക്തനും ഒക്കെ. ഭഗവാനും ഭക്തന്മാരുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ഭക്തിയാവുന്ന മധുവിനെ ഭഗവാനും കുടിക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും ഒക്കെ ഒരു മധുപാന കൂട്ടം, ഭക്തന്മാരും ഭഗവാനും ഒക്കെ. ആ സമയം ഒരു കറുത്ത വണ്ട് അവിടെ വന്നു. മധു മൂളിക്കൊണ്ടുവന്നു. ആ മധു ഒരു ഗോപസ്ത്രീയുടെ കാലിൽ ചെന്നിരുന്നു. ആ മധുപൻ വണ്ട്, ആ വണ്ട് കറുപ്പ് നിറം. ഉദ്ധവരും കറുപ്പ് നിറം, കൃഷ്ണനും കറുപ്പ് നിറം. വണ്ട് ഒരു സ്ഥലത്ത് നിൽക്കില്ല. ഒരു പുഷ്പത്തിൽ നിന്ന് ഒരു പുഷ്പത്തിലേക്ക്, ഒരു പുഷ്പത്തിൽ നിന്ന് ഒരു പുഷ്പത്തിലേക്ക് പോകും. ഒരു പുഷ്പത്തിൽ തേൻ കുടിച്ചു പോകുമ്പോ ഈ പുഷ്പത്തിന് അതൊന്നും കൊടുക്കുകയോ താങ്ക്സ് പറയൊന്നുമില്ല, പോയി. ഭക്തന്മാരും അതെ, ഒരിടത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക്, ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും. സാധുക്കൾ ഒരു സ്ഥലത്ത് പോയി ആരോ ഭിക്ഷ കൊടുത്തു, സുഖമായി ഊണ് ചോദിച്ചു. അവിടെ 2-3 ദിവസം തന്റെ വീട് പോലെ ഇരുന്നു. അത് കഴിഞ്ഞ് പോയാൽ ഒരു ഫോണോ ലെറ്ററോ ഒന്നുമില്ല. ഒരു പോക്ക് പോയി, പിന്നെ തിരിഞ്ഞു നോക്കലേ ഇല്ല. ഭഗവാനും അതെ, ജനിച്ച ദിവസം സർക്കിട്ട് അടിക്കാൻ തുടങ്ങിയതാണ്. അവസാനത്തെ ദിവസം വരെ സർക്കിട്ടാണ്. ജനിച്ച ദിവസം രാത്രി മധുരാപുരിയിൽ നിന്നും വൃന്ദാവനത്തിലേക്ക്, വ്രജത്തിലേക്ക്, ഗോകുലത്തിൽ പോയി, ഗോകുലത്തിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് പോയി. അവിടെ കാട്ടില് മലയില് അവിടെ ഒരു ക്ഷണനേരം ഒരിടത്ത് അടങ്ങിയിരുന്നിട്ടേ ഇല്ല. വീണ്ടും അവിടുന്ന് ഹസ്തിനാപുരത്തിലേക്ക് വന്നു. ഹസ്തിനാപുരത്ത് നിന്ന് പല സ്ഥലങ്ങളിലായിട്ട് ചുറ്റി. അവസാനം പ്രഭാസ തീർത്ഥത്തിലേക്ക് പോയി. ഇങ്ങനെ ചുറ്റലാണ്. ജീവിതം മുഴുവൻ കൃഷ്ണനും ചുറ്റലാണ്. അപ്പൊ ഭക്തനെയും ഭഗവാൻ, ഭക്തൻ, വണ്ട് ഒക്കെ ഒരേ കണക്കെന്നാണ്. അപ്പൊ ഒരു കറുത്ത വണ്ട് ഒരു ഗോപസ്ത്രീയുടെ കാലിൽ വന്നിരുന്നു. ആ വണ്ടിനെ വെച്ചുകൊണ്ട് ഉദ്ധവരോട് പറയാനുള്ള കാര്യം വണ്ടിനോട് പറയാണ്, ഹേ വണ്ട്, എന്റെ കാലിലിരിക്കരുത്. ആ വണ്ടിന് മീശയുണ്ട്. ആ മീശയിൽ അല്പം കുങ്കുമം. മധുപകിതവബന്ധോ മാസ്പൃശാംഗ്രിം സപത്ന്യാഹം കുചവിലുളിതമാലാ കുങ്കുമശ്മശ്രുഭിർനഃ വ്രജതി മധുപതിസ്തൻ മാനിനീനാം പ്രസാദം യദു സദസി വിഡംബ്യം യസ്യ ദൂതഃ ത്വം ഈദൃഗ്. ഹേ മധുപ, കിതവബന്ധോ, ഹേ വണ്ടേ, നീ എവിടുന്നാ വരുന്നത്? കൃഷ്ണൻ കഴുത്തിലിട്ടിരിക്കുന്ന വനമാലയിൽ തേൻ കുടിച്ചിട്ട് വരുന്നവനല്ലേ നീ? അതെ. തന്റെ മീശയിൽ എവിടുന്ന് കുങ്കുമം വന്നു? കൃഷ്ണനോ ബ്രഹ്മചാരി, തന്റെ മീശയിൽ എവിടുന്ന് കുങ്കുമം വന്നു? അങ്ങനെയാണെങ്കിൽ അവന് അവിടെയും ഞങ്ങളെപ്പോലെ കുറെ ആളുകൾ ആരൊക്കെയോ ഉണ്ട്. മാസ്പൃശാംഘ്രിം, ഈ ഭാവം മധുരഭാവം. ഭക്തന്മാരുടെ ഭാവത്തിലും അതെ. ഭഗവാന് വേറെ ഭക്തന്മാർ, എവിടെ പോയാലും ഭക്തന്മാരല്ലേ. ഒരു ഭക്തനുള്ള ഭാവമാണ്. അവന് അവിടെയും ആരൊക്കെയോ ഉണ്ട്. ഇവിടെ വന്ന് ഞങ്ങളുടെ അടുത്ത് വന്ന് കഥ പറയാൻ വരണ്ട. വഹതു മധുപതി തന്മാനിനീനാം പ്രസാദം യദു സദസി വിഡംബ്യം യസ്യ ദൂതഃ ത്വം ഈദൃഗ്. അവന്റെ ദൂതനാണല്ലോ നീ, അങ്ങോട്ട് തന്നെ ചെല്ല. അവൻ എന്ത് ചെയ്തു ഞങ്ങളോടെന്ന് വെച്ചാൽ കൊടും ക്രൂരത. ഒരു ആനന്ദത്തിനെ തന്ന് സകൃത അധരസുതാം സ്വാം മോഹിനീം പായയിത്വാം സുമനസൈവ സദ്യഃ തത്യജേസ്മാൻ ഭവാദൃക്. എന്നെ പോലെ തന്നെ ഒരു പുഷ്പത്തിൽ ചെന്നിരുന്ന് പുഷ്പത്തിൽ തേൻ കുടിച്ച് ആ പുഷ്പം വിട്ട് അടുത്ത പുഷ്പത്തിലേക്ക് പോകുന്ന പോലെ ആ കൃഷ്ണൻ ഞങ്ങൾക്ക് തന്റെ അധരസുധാപാനം ചെയ്തു. ഈ മധുരഭാവത്തില് ഉള്ള വാക്കുകളൊക്കെ നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിന് എത്രയധികം ലൗകികമായിട്ട്, അതിന് എത്രയധികം ഭാവവും ലൗകികമായിട്ട് അതിന് എത്രയധികം മാധുര്യവും രസവും ഈ വിഷയങ്ങളിലുണ്ടോ അത്രയും ഭാവം ഭഗവത് ഭക്തിയിൽ വെച്ചുകൊണ്ട് വേണം നോക്കാൻ. സകൃത് അധരസുധാം സ്വാം മോഹിനീം പായയിത്വാ, മോഹിപ്പിക്കുന്നതായ ഭഗവത് അനുഭൂതിയെ തന്നിട്ട്. ഭക്തന്മാരുടെ ഭാവം അങ്ങനെയാണ്. ഉയർന്ന ഒരു ഭാവമണ്ഡലത്തിൽ കൊണ്ടുപോയി ഇട്ടിട്ട് പോയാൽ അങ്ങനെ ഉണ്ടാവും. ഭക്തിയുടെ രസാനുഭവം കിട്ടി. വിഷയസുഖത്തിനേക്കാൾ എത്രയോ ഉയർന്ന രസാനുഭവം കിട്ടിയിട്ട് ആ രസാനുഭവത്തിൽ ഇട്ടിട്ട് പോയാൽ അങ്ങനെ ഉണ്ടാവും. സകൃതധര സുതാം സ്വാം മോഹിനീം പായയിത്വാം സുമനസൈവ സദ്യഃ തത്യജേസ്മാൻ ഭവാദൃക്. പുഷ്പത്തിനെ നീ വിട്ടുപോകുന്ന പോലെ ഞങ്ങളെയൊക്കെ അവൻ ഉപേക്ഷിച്ച് ഇട്ടിട്ട് പോയി. ഞങ്ങൾക്കിപ്പോ ഞങ്ങളുടെ കാര്യം പോട്ടെ, ഞങ്ങൾക്കിപ്പോ ഏറ്റവും സിമ്പത്തി തോന്നുന്നത് ഒരാളെ കുറിച്ച് ആലോചിച്ചിട്ടാണ്. ആ മഹാലക്ഷ്മി എങ്ങനെ തന്നെ കഴിച്ചു കൂട്ടണോ അറിയില്ല. ഇവന്റെ കൂടെ എങ്ങനെ തന്നെ ജീവിക്കണോ എന്നുള്ളതാണ് ഇപ്പോ. പരിചരതി കഥം തത് പാദപത്മം നു പത്മ. അതിനും ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചാൽ അവളും ഇവൻ വർത്തമാനം പറയുമ്പോ നാവിലും മധുരം പഞ്ചസാര ഇട്ട് വർത്തമാനം പറയും. അത് കേട്ട് ഞങ്ങൾ മയങ്ങിയ പോലെ അവളും മയങ്ങിപ്പോയിട്ടുണ്ടാവുമായിരിക്കും. വഹതി മധുപതി പരിചരതി കഥം തത് പാദപത്മം നു പത്മ
അഭിവത ഹൃതചേത ഉത്തമശ്ലോക ജൽപ്പൈഹി. ഉത്തമശ്ലോകനായ കണ്ണന്റെ ജൽപ്പനം കേട്ട് അവളും മയങ്ങിപ്പോയിട്ടുണ്ടാവുമായിരിക്കും. അപ്പൊ ഈ വണ്ടുണ്ടല്ലോ മൂളി. 6 കാലുണ്ട് വണ്ടിന്. ഉദ്ധവരും ഷഡംഗവേദിയാണ്. 6 അംഗങ്ങളോടുകൂടെ വേദം പഠിച്ച ആളാണ്. ഭഗവാനും അതെ. ഭഗവാനും എല്ലാ ശാസ്ത്രങ്ങളിലും പ്രതിപാദ്യമായ വസ്തുവാണ്. ഹേ 6 കാലി എന്ന് വിളിച്ചു വണ്ടിനെ. കിമിഹ ബഹുഷഡംഘ്രേ ഗായസി ത്വം. ഹേ 6 കാലി, നീ എന്താ പാട്ട് പാടണം? കിമിവ ബഹുഷഡംഘ്രേ ഗായസി ത്വം യദൂനാം അധിപതിം ആഗൃഹാണാമഗ്രതോനഃ പുരാണം. ഞങ്ങൾ ആരാ? അവന് ചിന്തിച്ച് ചിന്തിച്ച് വീടും കുടുംബവും ഇല്ലാതായി. ഇതൊന്നും ഇപ്പൊ സ്വീകരിക്കേണ്ട സ്ഥിതിയിൽ ഞങ്ങളില്ല. ആഗൃഹാണാം അഗ്രതോനഃ പുരാണം. ഒരു പുരാണവും ഇവിടെ വെച്ച് പറയണ്ട. അതൊക്കെ അവിടെ എവിടെയെങ്കിലും അന്തഃപുരത്തിൽ ചെന്ന്, അവന്റെ അന്തഃപുരത്തിൽ ചെന്ന് പറഞ്ഞുകൂടാ. ആ കപട രുചിര ഹാസം കണ്ട് മയങ്ങിപ്പോകാത്തവരാരുണ്ട്? ഇടയ്ക്ക് ഭക്തിയോടുകൂടെ ചില വാക്കുകളും പറയുന്നു. ഇത്രയൊക്കെ പറഞ്ഞ ഗോപികകൾ പറയുന്നു, ഇവന്റെ കഥകൾ കേട്ടാൽ എത്ര ആനന്ദമായിട്ടിരിക്കുന്നു. കേൾക്കുമ്പോ മധുരം പീയൂഷം പോലെ ഉണ്ട്, പക്ഷെ കേൾക്കാൻ കൊള്ളില്ല. അറിയാതെ ഭാഗവതം കേൾക്കാൻ അപകടത്തിൽ വന്ന് പെടുകയാണ് നമ്മളൊക്കെ. കേൾക്കാൻ പാടില്ല എന്നാണ് പറയണത് ഇവര്. ഇവന്റെ കഥ കേട്ട് കഥയിൽ എന്താ ഉള്ളത്? എന്തെങ്കിലും ഇവൻ ആർക്കെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടോ? ഒരു ശൂർപ്പണഖ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവൾ എന്തോ പാവം ഇവൻ നന്നായിട്ടുണ്ടോ എന്ന് കണ്ട് ആശപ്പെട്ടു. ആശപ്പെട്ടതിന് അവളുടെ മൂക്ക് മുറിച്ച്, ചെവി മുറിച്ച്, മഹാബലി എന്നൊരു രാജാവ്, അദ്ദേഹത്തിന് ഇന്ദ്രസേനൻ ഒരു പേരുണ്ട്. നാട്ടുകാര് ബലശാലിയായതുകൊണ്ട് ബലി ബലി എന്ന് വിളിച്ചു, മഹാബലി എന്ന് വിളിച്ചു. ആ പേരിലുള്ള അപകടം മനസ്സിലാക്കിയില്ലേ അദ്ദേഹം? 3 അടി മണ്ണ് കൊടുത്താൽ കൊടുത്തത് വാങ്ങിക്കൊണ്ടു പോകരുതോ? കൊടുത്ത സമയത്ത് എന്താ പേരെന്ന് ചോദിച്ചു, മഹാബലി എന്ന് പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിനെ ബലിയാക്കി ചേർന്നു. ബലിമപി ബലിമത്വാവേഷ്ടയധ്വാംശവദ്യ. കൊടുത്ത സാധനം വാങ്ങിച്ചാൽ വേണ്ടില്ല, കൊടുക്കുന്ന ആളെ എടുത്തു വിഴുങ്ങിയാൽ. നേദ്യം കൊടുത്താൽ സ്വാമി നേദ്യം കഴിക്കണം, നേദ്യം കൊടുക്കുന്ന ആളെ കഴിച്ചാൽ എടുത്ത് വിഴുങ്ങിക്കളഞ്ഞാലോ? ഈ ബലി കൊടുത്ത സാധനത്തിനെ പോരാതെ ബലിയെ തന്നെ എടുത്ത് ബലിമപി ബലിമത്വാവേഷ്ടയധ്വാംശവദ്യ. അലം 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 മതി. ഈ കൃഷ്ണനുമായിട്ടുള്ള സഖ്യമേ ഞങ്ങൾക്ക് വേണ്ട, ഈ കറുപ്പായിട്ടുള്ളവരെ വിശ്വസിക്കാൻ പാടില്ല. അലം അസിത സഖ്യ, അസിതനുമായിട്ടുള്ള സഖ്യമേ ഞങ്ങൾക്ക് മതി. അലം അസിത സഖ്യൈഹി. എന്നാലോ കഥ കേൾക്കാതിരിക്കാൻ പറ്റുമോ? ദുസ്ത്യജസ്തത്കഥാർത്ഥ. അവന്റെ കഥാർത്ഥം എത്ര മധുരമായിരിക്കുന്നു, വേണ്ടാന്ന് വെക്കാനും വയ്യ. ആ കഥ എങ്ങനെയുണ്ട്? യത് അനുചരിത ലീലാകർണ പീയൂഷ വിപ്രുട്. അവന്റെ ലീലകൾ ചെവിക്ക് കർണത്തിന് പീയൂഷം അമൃതം പോലെ ഉണ്ട്. ഒരു പ്രാവശ്യം കുടിച്ചാൽ മതി. സകൃതന് വിധൂതദ്വന്ദ്വധർമ്മ വിനഷ്ട. ഒരു പ്രാവശ്യം കുടിച്ചാൽ തന്നെ സുഖം ദുഃഖം തണുപ്പ് ചൂട് നല്ലത് ചീത്ത ഒക്കെ കടന്നുപോയി പരമസുഖരസസ്വരൂപത്തിലിരിക്കും. ഇവര് പറയണത് എന്തോ പിന്നെ കഥ കേട്ടു, ഏതോ ഒരു എന്റർടൈൻമെന്റ്, ഒരു ഞായറാഴ്ച ഭാഗവതം കേട്ടാ പോട്ടെ. പക്ഷെ അതിൽ എത്ര അപകടമുണ്ട് വിചാരിക്കണ മാതിരിയാണോ? ഏതോ രസമായിട്ടുണ്ടോ എന്ന് കേട്ടു എന്ന് വെച്ചാൽ വേണ്ടില്ല. ഓഫീസിൽ പോണ കുറെ ആളുകളെ ഭാഗവത സപ്താഹം നടക്കേണ്ടതെന്ന് നോട്ടീസും കൊണ്ട് കൊടുത്തു വിളിച്ചു. അവര് ഭാഗവതമേ പാവം എന്താന്ന് അറിഞ്ഞിട്ടില്ല. നേരെ ചൊവ്വ പണിയെടുക്കണു, കുടുംബം നോക്കണു, പണം സമ്പാദിക്കണു, കുട്ടികളെ വളർത്തണു ഒക്കെ ഇരിക്കുമ്പോ ആണ് ഈ അപകടം പിടിച്ച ഈ കമ്മിറ്റിക്കാർ ഓരോ നോട്ടീസൊക്കെ കൊണ്ട് കൊടുക്കണത്. ഭാഗവത സപ്താഹം കൊണ്ട് വരിക. ശരി, ഇവരെന്തോ വിളിച്ചുവല്ലോ. ഒരു ഞായറാഴ്ച വൈകുന്നേരം ഈവനിങ് വാക്കിന് പോകുമ്പോ അതിനകത്ത് കയറിയിട്ട് കേട്ടിട്ട് പോവാമെന്ന് വിചാരിച്ചതാണ്. വൈകുന്നേരം നടക്കുമ്പോ ഭാഗവത സപ്താഹശാലയിൽ കയറി എവിടെയോ ഭാഗവതം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കൃഷ്ണകഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 5 മിനിറ്റ് ഇരുന്നു, നന്നായിട്ടുണ്ട്, കഴിഞ്ഞിട്ട് പോവാമെന്ന് പറഞ്ഞ് ഇരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം തിങ്കളാഴ്ച രാവിലെ ഓഫീസിലേക്ക് പോകണം. സമയമില്ല. എത്ര മണിക്ക് തുടങ്ങും? 6 മണിക്ക് തുടങ്ങും. ശരി, ഒരു 6 മണിക്ക് വന്നിട്ട് കുറച്ചുനേരം കേട്ടിട്ട് പോയി പുറപ്പെടാന്ന് പറഞ്ഞ് 6 മണിക്ക് വന്നു. 6 മണിക്ക് വന്ന് ഇരുന്ന് കുറച്ചുനേരം കഴിഞ്ഞപ്പോ ഉച്ചവരെ ലീവ് എടുക്കാമെന്നായി. ഉച്ചവരെ ഇപ്പൊ തന്നെ സെൽഫോൺ കയ്യിലുണ്ടല്ലോ, വിളിച്ചു പറഞ്ഞു ഉച്ചവരെ ലീവ് എന്ന് പറഞ്ഞു. ഉച്ചയായപ്പോ എന്താ, ഇന്നൊരു ദിവസം ലീവ്. പിന്നെ കുറച്ചു കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോ തോന്നി ഒരു 7 ദിവസം ഇപ്പൊ ലീവ് എടുത്താ എന്താ, കുറെ ആയി വിഷമിക്കണു, 7 ദിവസം ലീവ്. അത് കഴിഞ്ഞ് പതുക്കെ ഇനി എവിടെ സപ്താഹമുണ്ട് ഭാഗവതം. ശരിക്കും ഭാഗവത ശ്രവണ രുചി അങ്ങനെയാണ്. ഇനി എവിടെ ഉണ്ട്? അത് കഴിഞ്ഞപ്പോ തോന്നി VRS എടുക്കാം. അടുത്ത പരിപാടി അതാണ്. നേരെ ചൊവ്വേ ജോലിക്ക് പോയിട്ടിരുന്ന ആളാണ്, VRS എടുക്കാന്നായി. അതുവരെ പോട്ടെ. അതും കഴിഞ്ഞ് ഭാഗവതം കക്ഷത്തിൽ ഒതുക്കി ഓരോടത്തും ഇങ്ങനെ പോവാ, ഭാഗവതം കേൾക്കാന്ന അതുവരെയൊക്കെ ആണെങ്കിൽ വേണ്ടില്ല. കുറച്ചു കഴിഞ്ഞാൽ മൊട്ടയടിച്ച്
ബഹവൈഹ വിഹംഗാഹ ഭിക്ഷുചര്യാം ചരന്തി. സപതി ഗൃഹകുടുംബം ദീനമുത്സൃജ്യ. കുടുംബവുമില്ല, ഭാര്യയുമില്ല, കുട്ടികളില്ല. ഭിക്ഷുചര്യാം ചരന്തി. ഇവന്റെ കഥ കേട്ടിട്ട് ഇപ്പൊ ഇതാണ് ഗതി. ഭിക്ഷ വാങ്ങി കഴിച്ചുകൊണ്ട് വിഹംഗാഹ ഭിക്ഷുചര്യാം ചരന്തി. ഇതിനാണോ ഇപ്പൊ കഥ കേൾക്കണം? അവിടെ എന്താ പറഞ്ഞു? വിഹംഗാഹ എന്നാണ് വാക്ക്. ആ വാക്കുകൾ ചേർത്ത് കഴിഞ്ഞാൽ ചേരില്ല. ആ പക്ഷികൾ കൂട് പൊട്ടിച്ചുകൊണ്ട് പുറത്തു പോകുന്ന പോലെ വിഹായസിൽ ചരിക്കുന്നതാണ് വിഹംഗം. വിഹായസ് ആകാശം. ആകാശത്തിൽ ചരിക്കുന്നതുകൊണ്ട് വിഹംഗം എന്ന് പേര്. ഇവര് ഏത് ആകാശത്തിലാ ചരിക്കുന്നത്? ബ്രഹ്മാനന്ദ അനുഭവമാകുന്ന ചിദാകാശത്തില്. ചിദാകാശത്തിൽ സഞ്ചരിക്കുന്ന ഹംസങ്ങളാണെന്നാണ്. അതാണ് ആ ഹംസങ്ങളോടുകൂടെ നമ്മളെ തുലനം ചെയ്യാവോ? അതാണ് തുഞ്ചത്തെഴുത്തച്ഛൻ പറഞ്ഞത്, കാകൻ പറന്നു പുനർഹംസങ്ങൾ പോയ വഴി പോകുന്ന പോലെ ഹരിനാരായണായനം. ഏകാന്തയോഗികളിൽ ആകാംക്ഷ പൂണ്ടു പരമേകാന്തമെന്നി വഴി പോകുന്നിതൻ മനവും. ആ ഹംസങ്ങളെ പോലെ സാധാരണ ആളുകൾ ആ സ്ഥിതിയിലേക്ക് ഉയരണു എന്നാണ്. ഒക്കെ മറന്നുപോയി. ഈ ഭാഗവത കഥാശ്രവണ രസത്തിൽ ഒക്കെ മറന്നുപോയി. അവന്റെ കഥ ഇനി പറയരുത്. വയമിവ ജിംഹവ്യാഹൃതം ശ്രദ്ധദാനാഹ. എന്തൊക്കെ വാക്കുകൾ അവർ ഞങ്ങളോട് പറഞ്ഞു. അവൻ അതൊക്കെ കേട്ട് ഞങ്ങൾ മയങ്ങിപ്പോയി. അങ്ങനെ പറഞ്ഞപ്പോ ഈ വണ്ട് അവിടുന്ന് പുറപ്പെട്ടു. പ്രിയ സഖ പുനരാഗാഹ. വണ്ടേ തിരിച്ചു വരൂ, പ്രിയ സഖൻ തിരിച്ചു വരൂ, ഞങ്ങളെ ഉപേക്ഷിച്ചു പോവരുത്. പ്രേയസാ പ്രേഷിതയ്ക്കും. പ്രേഷ്ഠതമനായ ഭഗവാൻ പറഞ്ഞയച്ചിട്ട് വന്നതാണോ നീ? ഞങ്ങളെയൊക്കെ ഭഗവാൻ ഓർക്കണുണ്ടോ? എന്തു പറഞ്ഞു? ഇങ്ങനെയൊക്കെ ചോദിച്ചു. ഉദ്ധവര് ആ ഗോപികകളുടെ ഭക്തി ഭാവം, അതീവ പ്രബലമായ ആ ഭഗവത് നിവേശിതമായ ചിത്തം ഇത് കണ്ട് അഹോ യൂയം സ്മ പൂർണാർത്ഥാഃ ഭവത്യോ ലോകപൂജിതാഃ വാസുദേവേ ഭഗവതി യാസാം ഇതി അർപ്പിതം മനഃ. നിങ്ങളൊക്കെ പൂർണാർത്ഥരായിരിക്കുന്നു. പരമപുരുഷാർത്ഥം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഭഗവാൻ നിങ്ങൾക്ക് സിദ്ധമായിരിക്കുന്നു. ഇതിനേക്കാളും വലിയൊരു ഭാഗ്യം എന്ത് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ് ഉദ്ധവർ ഭഗവാന്റെ സന്ദേശം ഗോപികകൾക്ക് കൊടുത്തു. ശ്രീ ഭഗവാൻ ഉവാച. വളരെ വ്യക്തമാണ് അവിടെ. ഉദ്ധവർ ഒരു വാക്കും മിണ്ടണില്ല. ഭഗവാൻ ഉവാച എന്നാണ്. ഭഗവാന്റെ സന്ദേശത്തിനെ ഉദ്ധവർ കൊടുത്തു. ഭഗവാൻ ഗോപികളോട് പറഞ്ഞു, നിങ്ങളെ പിരിഞ്ഞ് ഞാൻ ഒരിക്കലും ഇരിക്കണില്ല. വാസ്തവത്തിൽ നമുക്ക് തമ്മിൽ ഒരു പിരിവേ ഇല്ല. എങ്ങനെ പിരിക്കാൻ പറ്റും? ഞാൻ നിങ്ങളുടെ അന്തര്യാമിയാണ്. എല്ലാത്തിനും സാക്ഷിയായ അന്തര്യാമിയായ ആത്മാ ജ്ഞാനമയ ശുദ്ധോ വ്യതിരിക്തോ അഗുണാന്മയ. സത്വരജസ്തമോ ഗുണങ്ങൾക്കൊക്കെ അതീതമായി സാക്ഷിയായി എപ്പോഴും സിദ്ധമായ ആത്മവസ്തുവാണ് ഞാൻ. സുഷുപ്തി, സ്വപ്നം, ജാഗ്രത് എന്നുള്ള മൂന്ന് വൃത്തികളും വരികയും പോവുകയും ചെയ്യുന്നു. എത്ര വലിയ ഭക്തി ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് ഉറക്കത്തിൽ ഭക്തിയൊന്നുമില്ല. ഉറക്കത്തിൽ വ്യക്തിത്വം പോയി പോകുന്നു. ഭഗവാൻ പറഞ്ഞു, ഉറക്കത്തിൽ പോലും നിങ്ങളെ ഞാൻ പിരിഞ്ഞിട്ടില്ല. മനസ്സ് ലയിച്ചു ഉറങ്ങുന്ന ആ ഉറക്കസ്ഥിതിയിൽ പോലും ഉള്ള ബോധവസ്തുവാണ് ഞാൻ. യാതൊരു സമയത്തിലും നിങ്ങൾക്കും എനിക്കും തമ്മിൽ വിയോഗമേ ഇല്ല. നമുക്ക് ഏതൊക്കെ വസ്തുക്കളോട് സംയോഗമുണ്ടോ ആ സംയോഗം വിട്ടാ ഭഗവാനോടുള്ള നിത്യയോഗം നമുക്ക് അനുഭവപ്പെടും. ശരീരത്തിനോടും മനസ്സിനോടും ബുദ്ധിയോടും അവസ്ഥാത്രയങ്ങളോടും സംയോഗം ഉള്ളതുകൊണ്ട് നിത്യസിദ്ധമായ ആത്മവസ്തുവായ കൃഷ്ണൻ അനുഭവപ്പെടുന്നില്ല. ശരീരം, മനസ്സ്, അവസ്ഥാത്രയത്തിനോടൊക്കെ ഉള്ള സംയോഗം വാസ്തവത്തിൽ സത്യമല്ല, ദുഃഖസംയോഗമാണത് എന്ന് അറിഞ്ഞ് അത് ഉപേക്ഷിക്കപ്പെട്ടാൽ ഭഗവാനോടുള്ള നിത്യയോഗം ഹൃദയത്തിൽ പ്രകാശിക്കും. കൃഷ്ണനോട് ജീവനുള്ള യോഗം നിത്യയോഗമാണ്. ശരീരത്തിനോടും മനസ്സിനോടുമുള്ള യോഗം തത്കാല യോഗമാണ്. അത് തത്കാലമാണ്. ശരീരവും മനസ്സും നിൽക്കും പോകും. പക്ഷെ കൃഷ്ണനോടുള്ള സംബന്ധം ഒരിക്കലും രണ്ടില്ല. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന. അതുകൊണ്ട് കൃഷ്ണൻ ഒരിക്കലും നിങ്ങളിൽ നിന്ന് അന്യമല്ല. കൃഷ്ണൻ എപ്പോഴും സിദ്ധമായ വസ്തുവാണ്. അഹം ആത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത. ഉള്ളിൽ സദാ പ്രകാശിക്കുന്ന ആത്മവസ്തുവാണ് കൃഷ്ണൻ എന്ന തത്വം ഉദ്ധവർ ഗോപികകൾക്ക് പറഞ്ഞു. അവർ പറഞ്ഞു, നിങ്ങൾ പറയുന്നതൊക്കെ ഉദ്ധവരെ മനസ്സിലാവുന്നുണ്ട്, അറിയുന്നുണ്ട്. മുൻപില് ഗോപികാഗീതത്തിൽ നഖലു ഗോപികാനന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃക് എന്ന് പാടിയതാണ്. ആശ വെച്ചാൽ ദുഃഖം വരും എന്ന് ഞങ്ങൾക്കും അറിയാം. പിങ്കള പറഞ്ഞുവല്ലോ, ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം എന്ന്. പിങ്കള സ്വൈരിണ്യപ്യാഹ പിങ്കള. അവൾ സ്വൈരിണിയാണെങ്കിലും അവൾ പറഞ്ഞത് സത്യം തന്നെ. പക്ഷേ അങ്ങനെയാണെങ്കിലും ഈ കൃഷ്ണനോടുള്ള ആശ ഞങ്ങൾക്ക് പോണില്ല. കൃഷ്ണനോടുള്ള ആശയിൽ ലോകത്തിലുള്ള ആശ വിട്ടുപോകുന്നു. ഇതര രാഗ വിസ്മാരണം നൃണം. കൃഷ്ണനോട് രാഗം വരുമ്പോൾ ഇതര വിഷയങ്ങളോടുള്ള രാഗം പോകുന്നു. ആ കൃഷ്ണനോടുള്ള ആശ എങ്ങനെ നിൽക്കണം?
ആശാഹി പരമം ദുഃഖം എന്ന് പറഞ്ഞ ഇതിപ്പോ ദുഃഖത്തിന് കാരണമായിട്ടിരിക്കാൻ കാരണമെന്ത് എന്ന് പറഞ്ഞ് ഭഗവാനെ വിളിച്ച് കരഞ്ഞു ഗോപികകൾ. വീണ്ടും ഉദ്ധവർ കുറേ മാസങ്ങൾ അവിടെ താമസിച്ച് ഉദ്ധവർ ഭഗവാൻ പറഞ്ഞ തത്വത്തിനെയും ഭഗവത് കഥകളെയും പറഞ്ഞു. ഗോപികകൾ അവർ ഭഗവാനുമായിട്ട് അനുഭവിച്ച ഭഗവത് കഥകളെ ഉദ്ധവർക്ക് പറഞ്ഞു. തതസ്ഥാ കൃഷ്ണസന്ദേശൈ വ്യപേത വിരഹജ്വരാഹ ഉദ്ധവം പൂജയാം ചക്രുഹു ജ്ഞാത്വാ ആത്മാനം അധോക്ഷജം. ഈ ശ്ലോകമൊക്കെ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. തതസ്ഥാഹ ആ ഗോപസ്ത്രീകൾ കൃഷ്ണസന്ദേശൈ ഭഗവാന്റെ സന്ദേശം കേട്ടിട്ട് വ്യപേത വിരഹജ്വരാഹ വിരഹമാവുന്ന ജ്വരം അവരെ വിട്ടുപോയി എന്നാണ്. ഭഗവാനെ വിട്ട് ഞങ്ങൾ പിരിഞ്ഞിരിക്കണു എന്നുള്ള വിരഹജ്വരം വിട്ടുപോയിട്ട് ഉദ്ധവരെ പൂജിച്ചു എന്നാണ്. ഉദ്ധവം പൂജയാം ചക്രുഹു. എന്തിനാ പൂജിച്ചത്? ആത്മാനം ജ്ഞാത്വാ അധോക്ഷജം ആത്മാനം ജ്ഞാത്വാ ഭഗവാൻ ഞങ്ങളുടെ അന്തര്യാമിയാണെന്നും ആത്മാവാണെന്നും ഉള്ള അനുഭവം ഉദ്ധവർ മുഖേന കിട്ടിയതുകൊണ്ട് ഉദ്ധവരെ പൂജിച്ചു. ഉദ്ധവർ കുറച്ചു മാസങ്ങൾ അവിടെ കൃഷ്ണലീലാ കഥാം ഗായൻ രമയാമാസ ഗോകുലം. കൃഷ്ണലീലയെ ഗാനം ചെയ്തുകൊണ്ട് ഗോകുലത്തിനെ രമിപ്പിച്ചു. അവിടെയുള്ള ഓരോ കാളിന്തി നദിയും കാടും വൃന്ദാവനത്തിലെ വൃക്ഷങ്ങളും ഒക്കെ കൃഷ്ണകഥ പറയും. ഗോപികകൾ ഉദ്ധവർക്ക് കൃഷ്ണകഥ പറഞ്ഞുകൊടുത്തു. ഉദ്ധവർ ഗോപസ്ത്രീകളുടെ ശോകത്തിനെ നീക്കുമാറ് ആത്മവിദ്യയെ ഉപദേശിച്ചു. ഇങ്ങനെ പരസ്പരം ഉദ്ധവർ ഗോപികകളുടെ കഥ അവരുടെ ഭക്തി കണ്ടു പറഞ്ഞു, അഹോ ഇവരെന്തു ഉയർന്ന സ്ഥിതിയിൽ നേടിയിരിക്കുന്നു, ഇവരെന്ത് ശാസ്ത്രം പഠിച്ചിട്ടുണ്ട്, എന്ത് തപസ് ചെയ്തിട്ടുണ്ട്. വനചരീഹി കാട്ടാള സ്ത്രീകൾ, നാട്ടുകാര് കണ്ടാൽ വ്യഭിചാര ദുഷ്ടാഹ എന്ന് പറയണു അത്രേ. സ്വജനം ആര്യപഥം ജഹിത്വാ ഭേജേ മുകുന്ദ പദവിയും ശ്രുതിബിർ വിമൃഗ്യാം. ഉപനിഷത്തുകളൊക്കെ അന്വേഷിക്കുന്ന ആ മുകുന്ദ പദവിയെ ഇവർ നേടിയെടുത്തിരിക്കുന്നു. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണും അഭീക്ഷ്ണശഃ യാസാം ഹരികഥോദ്ഗീതം പുനാദിഭുവനത്രയം. ആ നന്ദവ്രജ സ്ത്രീകൾ, ആ ഗോപസ്ത്രീകളിലെ പാദരേണുക്കളെ ഞാൻ നമസ്കരിക്കുന്നു. ഇവരുടെ ഹരികഥാഗാനം 3 ലോകങ്ങളെയും പവിത്രമാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധവൻ വൃന്ദാവനത്തിൽ കുറച്ചു മാസങ്ങൾ താമസിച്ച് തിരിച്ചു ചെന്ന് ഭഗവാന് ഗോപികകളുടെ സന്ദേശം കൊടുത്തു. ഇങ്ങനെ കൃഷ്ണഗോപികാ ദൂതനായി ഉദ്ധവർ വർത്തിച്ചു.